നോർത്ത് ജില്ലാ പ്രസിഡന്റ് BJPയുടെ ആരാധ്യനായ ശ്രീ രജികുമാർ അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ധർണാ പരിപാടിയുടെ അധ്യക്ഷനും ചിറയൻകീഴ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ആദരണീയനായിട്ടുള്ള ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ വിജീഷ്, പാർട്ടിയുടെ തിരുവനന്തപുരം നോർത്ത് ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ വക്കം സുനിൽ, അതുപോലെ തന്നെ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ വക്കം അജിത്ത്, നമ്മുടെ തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ ട്രഷറർ ശ്രീ ഗണേഷ് ജി, പാർട്ടിയുടെ ചിറയൻകീഴ് മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ അഭിജിത്ത്, ശ്രീമതി അനിതകുമാരി, അതുപോലെ SC മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പാർട്ടിയുടെ ഭാരവാഹികൾ, യുവമോർച്ചയുടെ പ്രവർത്തകർ, മഹിളാ മോർച്ച പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ചിറയൻകീഴ് നിവാസികൾ, ഈ ഒരു ആതുരാലയം എന്ന് പറയുന്നത് നമ്മുടെ ധർമാശുപത്രിയായിട്ടുള്ള ചിറയൻകീഴ് ഇതൊരു താലൂക്ക് ആശുപത്രിയാണ്. ഈ താലൂക്ക് ആശുപത്രിയിൽ വളരെ നാളുകളായി ഇവിടെ ഡോക്ടർമാരുടെ അപര്യാപ്തതയും മാത്രമല്ല ഒരു ചുറ്റുമതിൽ പോലും ഇല്ലാത്ത തരത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെ കാലമായി. ഒരു കാര്യം നമ്മൾ ആലോചിക്കുവാനുള്ളത്, തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആശുപത്രിയാണ് ചിറയൻകീഴ് ആശുപത്രി. ശ്രീനാരായണ ഗുരുദേവൻ പോലും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ അന്ന് വേണ്ടി വന്നിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഹോസ്പിറ്റലാണ് ചിറയൻകീഴ് ഹോസ്പിറ്റൽ എന്ന് സമീപവാസികൾക്കുൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം. ഇന്ന് ഈ ആശുപത്രിയുടെ അവസ്ഥ വളരെ ദയനീയകരമാണ് എന്ന് പറയാൻ യാതൊരു നിർവാഹമില്ല. കാര്യം ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന സാധാരണക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ധർമാശുപത്രിയാണ്. ഈ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മാറി മാറി ഭരിച്ചപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകേണ്ടവർ, ആരോഗ്യ മേഖല സംരക്ഷണം ചെയ്യപ്പെടേണ്ടവർ. കോട്ടയത്ത് നമുക്കറിയാം, ആ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ മരണപ്പെട്ടത് നമ്മുടെ തൊട്ട് മുമ്പോട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്, പക്ഷേ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇല്ല എന്നുള്ളതാണ്. പുതിയ ബിൽഡിങ്ങുകളെ കെട്ടിയിട്ട് പോലും ആ കെട്ടിടത്തിൽ പോലും രോഗികളെ കിടത്തി ചികിത്സിക്കുവാനുള്ള സംവിധാനമില്ല. ഇവിടെ പുറത്തു നിന്നുള്ള, പ്രത്യേകിച്ച് ന്യൂ രാജസ്ഥാനെ പോലുള്ളവരുടെ ചില സേവനങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഈ ഹോസ്പിറ്റൽ, പക്ഷെ നമ്മുടെ ഈ നാടിന്റെ നമ്മുടെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കപ്പെടുവാൻ എന്തുകൊണ്ട് ഇത്രയും പിണറായി സർക്കാർ പറയുന്നു കേരളം നമ്പർ 1 എന്നാണ് പറയുന്നത്. ആ നമ്പർ 1-ലുള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ഈ ചുറ്റും കാണുന്നത്. ഇത് കാണണം. നിങ്ങളുടെ ഈ പറഞ്ഞ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളും സംവിധാനങ്ങളും ഒക്കെ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ചികിത്സിക്കാൻ പോകണമെങ്കിൽ നേരെ അമേരിക്കയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ എപ്പോഴും നമുക്കറിയാം, തൊട്ടടുത്ത് അഞ്ചുതെങ്ങ്, ആ കടലോര മേഖലയിൽ ഉണ്ടാകുന്ന എപ്പോഴും പുഴയിലുണ്ടാകുന്ന അപകടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ അടുത്ത ഒരു ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും വരുമ്പോഴത്തേക്ക് ഡോക്ടറുടെ സേവനമില്ലാത്തൊരവസ്ഥ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ചുറ്റുമതിലില്ലാത്തത് കൊണ്ട് നായ്ക്കളുടെ ശല്യം കാരണം ഇതിനകത്ത് രോഗികൾക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. ശുചിത്വത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് ഇത് മാറിയിരിക്കുന്നു. നമ്മുടെ ഈ നാടിന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുവാനായി, ആ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ ഇവിടുത്തെ സാധാരണക്കാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റ് സൗകര്യങ്ങളും ഇല്ലാതായിട്ട് കാലം കുറയായി. ആകെ നമുക്കിവിടെ ഉള്ളത് എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ മൂക്കിലൊരു പഞ്ഞി വെക്കാനുള്ള പഞ്ഞി മാത്രമാണ് ഇപ്പൊ ഇവിടെ ആകെ അവശേഷിക്കുന്ന ഈ ചിറയൻകീഴ് ആശുപത്രിയിലേക്ക് എന്നുള്ളത് അവസ്ഥ. ഒരു നാണക്കേടാണ് ഒരു നാടിന്റെ. ഇത് ആരോഗ്യമന്ത്രി ഇതൊന്നും കാണുന്നില്ല, ഇവിടെ ഭരിക്കുന്ന MLA ഇതൊന്നും കാണുന്നില്ല. CPIയുടെ MLA ആയിട്ട് പോലും ആ MLA കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ MP-യുടെ ഫണ്ട് ഈ കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നില്ല. ഒട്ടനവധി വികസിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതൊരു മാറ്റമുണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. ഇതെല്ലാം ഒരു മാറ്റമുണ്ടാകണം. വികസിത ഭാരതത്തിനോടൊപ്പം, വികസിത കേരളത്തിനോടൊപ്പം വികസിത ചിറയൻകീഴ് ഉണ്ടാകണം.
ചിറയൻകീഴിന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുവാൻ മാറാത്തതെന്ന് മാറിയാൽ മാത്രമേ ഇതിനെല്ലാം നമുക്കൊരു മാറ്റം ഉണ്ടാകുകയുള്ളൂ. ഇന്ന് നമ്മൾ ഈ സഹന സമരം നടത്തുമ്പോ നാളെ പോലീസുകാർ പറയും നാളെ ഇവിടെ വഴി അടച്ച് ആളുകൾക്ക് രോഗിക്ക് പോകാൻ പറ്റാത്ത തരത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്താൽ ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. കാര്യം ഇവിടെ വഴിയുണ്ട്, ഇവിടെ വഴിക്കൊരു മതിലില്ല. മതില് ചാടിക്കടന്നാൽ മാത്രമേ കേസെടുക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ ഒരു ചുറ്റുമതിൽ പോലും ഇല്ലാത്ത സ്ഥലത്ത്, അതുപോലെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലിരിക്കുന്ന ഈ ഹോസ്പിറ്റലിൽ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് മാറാത്തത് മാറണമെങ്കിൽ ഇവരോടൊക്കെ നമുക്ക് യാചിച്ചും പറഞ്ഞിട്ടുമൊന്നും ഒരു കാര്യവും കേരളത്തിലില്ല എന്ന കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇതിന് മാറ്റമുണ്ടാകണമെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇന്ന് ഭാരതത്തിൽ 11 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ സംരക്ഷിക്കുമ്പോ ആ സംരക്ഷണങ്ങൾ നമ്മുടെ കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെയുള്ളത് കൊണ്ടുവരുവാൻ എന്തുകൊണ്ട് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മടിക്കുന്നു? ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് എന്തുകൊണ്ട് മടിക്കുന്നു? ആ ബ്ലോക്കിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ ഫണ്ടുകൾ യാതൊരു കാരണവശാലും ഇവിടെ വിനിയോഗിക്കാതെ ആളുകളെ വട്ടം ചുറ്റിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു സൂചനയായിട്ടാണ് ഇന്ന് ഈ സമര പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ പ്രദേശത്തെ ചിറയൻകീഴിന്റെ പ്രദേശത്തെ ആളുകൾ അവർ മാത്രമാണ് ഇന്ന് ഈ സമരപരിപാടിയും ഏറ്റുകൊണ്ട് ഈ ഒരു സൂചനയായിട്ട് നാളെ ഈ കാര്യങ്ങൾക്ക് ഒരു പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടേതായ ഒരു സമര പരിപാടിയുമായിട്ട് ഇതിന്റെ മുന്നിലേക്ക്, ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക്, മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഞങ്ങൾ കടന്നു വരും. ഇതൊരു സൂചനയാണ്. ഞങ്ങൾക്ക് നമ്മുടെ ആരോഗ്യ മേഖല സംരക്ഷിക്കുവാൻ, ആ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള ഒരു സഹന സമരമായിട്ട് നമ്മൾ ഇതിനെ കാണുകയാണ്. ഇത് ഞങ്ങൾ ഇവിടുത്തെ ഡോക്ടർമാരോട് ഞങ്ങൾക്കെതിരെയില്ല, ഇവിടുത്തെ നഴ്സുമാരോടും ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരുമായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഉള്ളത് ഈ പറഞ്ഞത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മാറിക്കൊണ്ടിരിക്കുമ്പോ എന്തുകൊണ്ട് ചിറയൻകീഴിനെ അവഗണിക്കുന്നു? ചിറയൻകീഴിലുള്ളവരെല്ലാം മനുഷ്യരല്ലേ എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഈ ധർണാ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.